ലക്ഷദ്വീപിലെ യാത്രാ ദുരിതത്തിന് അറുതിയില്ല. കവരത്തിയിൽ നിന്നും മറ്റു ദ്വീപുകളിലേക്ക് വെസൽ കയറാനെത്തിയ നൂറുകണക്കിന് ആളുകളെ ഇറക്കിവിട്ടു. ക്രിസ്മസ് അവധിക്കായി കപ്പലിൽ കവരത്തിയിലെത്തിയ വിദ്യാർത്ഥികളെയാണ് യാത്രക്കാരിൽ ഭൂരിഭാഗവും. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷപ്ന, ഈ ക്രിസ്മസ് അവധിയാണ്, നാട്ടിലേക്ക് പോകാൻ നിരവധി പേരെത്തുന്ന സമയമാണ്. ഇതിപ്പോ ഈ യാത്രാ ദുരിതത്തിനുള്ള കാരണം അതെന്താണ്? ഇവരെ ഇറക്കി വിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജില്ലാ ഭരണകൂടം പറയുന്നത് എന്താണ്? സേതു, ഈ ക്രിസ്മസ് അവധിക്ക് കപ്പലിൽ കവരത്തിലെത്തിയ വിദ്യാർത്ഥികളെ അടക്കമാണ് ഇത്തരത്തിൽ ഇറക്കി വിട്ടത്. വെസൽ ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ കയറുന്നത് അപകടം ഉണ്ടാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിൽ നടപടി. കാരണം ഇവിടെ ലക്ഷദ്വീപിലെ യാത്രാ സൗകര്യം നമുക്കറിയാം, എപ്പോഴും ഇത് വാർത്തകളിൽ വരികയും അത്തരത്തിൽ വലിയ യാത്രാ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷിപ്പിൽ എത്തിയ ആളുകളെ വെസലിലാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ വെസൽ വന്നപ്പോൾ രാവിലെ തന്നെ കവരത്തി ജെട്ടിയിലെ ഗേറ്റിൽ പരിശോധന നടത്തിയാണ് സാധാരണ ഈ യാത്രക്കാരെ കടത്തിവിടാറ്. എന്നാൽ ഇന്ന് സ്വന്തം നാടുകളിലേക്ക് എത്താനായി മറ്റ് മാർഗമില്ലാതെ നിന്ന എല്ലാവരും കൂട്ടത്തോടെ ഈ വെസലിൽ പ്രവേശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റാനാവാത്തതിനാൽ വെസൽ ജീവനക്കാരും പോലീസും ചേർന്ന് നൂറുകണക്കിന് യാത്രക്കാരെ മടക്കി അയച്ചു. അത്തരത്തിൽ നിരവധി പേർ ഈ കവരത്തിയിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തിയ വിദ്യാർത്ഥികളാണ്. ഈ 10 ദിവസത്തെ അവധിക്കായിട്ടാണ് ഇവർ നാട്ടിലേക്ക് പോകുന്നത്. ഇതുവരെയും അവരുടെ സ്വന്തം ദ്വീപുകളിൽ, അതായത് ഈ കവരത്തിയിൽ നിന്ന് മിനിക്കോയി, അതുപോലെ ആന്ത്രോത്ത് അടക്കമുള്ള ദ്വീപുകളിലേക്ക് എത്താൻ പറ്റാത്ത വിദ്യാർത്ഥികളാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി ഷപ്ന.